ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഭാഗം ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കൊരു വീഡിയോയിലോട്ട് കിടന്നാലോ? ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് വാഗമണ്ണിനാണ്. അപ്പോൾ നമുക്ക് വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ ആരെങ്കിലും വാഗമണ്ണ് പോയിട്ടുണ്ടോ? വാഗമണ്ണ് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ അവിടെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ പ്ലീസ്. ഓക്കെ, അപ്പോൾ ദേ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിലൂടെ ഒരു നല്ല റോഡാണല്ലേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേയിലത്തോട്ടങ്ങളും ഇടയ്ക്കിടയ്ക്ക് വീടും റിസോർട്ടും അങ്ങനെ എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വാഗമൺ. നമുക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലക്കാരനാണ്. അപ്പോൾ ഇടുക്കി ജില്ലക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തല്ലേ സ്ഥലം, നമുക്ക് അടുത്താന്ന് തോന്നും. പക്ഷേ നല്ല ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ കാഞ്ഞാറ് വഴിയാണ് പോയത്. അതുകൊണ്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയത് കേട്ടോ. കാഞ്ഞാറ് വഴിയാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഇന്ന് തിരിച്ച് വന്നപ്പം നേരെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട്. ആ വഴിയുടെ എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് ഡീറ്റെയിൽസ്. മൂലമറ്റത്തിൻ്റെ വഴി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ എന്താണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ബൈക്കിലും. തൊട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ടൊരു കാറുണ്ടോ കുറച്ച് ഫ്രണ്ടിൽ. ആ കാറ് ബാക്കിയുള്ളവരും ആ കാറിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ ബൈക്കിലും അവർ കാറിലും അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഞാനും അച്ഛനും അമ്മയും ആണ് ഞങ്ങളുടെ ബൈക്കിലാണ് പോയത്. ഇത് കണ്ടോ നിങ്ങളിത്? നമ്മുടെ ഇതാണ് തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അപ്പം എടുത്തൊരു ഇതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം ഫുൾ ബ്ലോക്കായിരുന്നു. നിർത്തിപ്പോയി ആണുള്ളത്. അപ്പോൾ ഷെയ്ക്സൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്കതൊക്കെ ശരിയാക്കാം കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ ഇടണ്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ മ്യൂസിക് ഇടുന്നുണ്ട്. കാരണം അവിടെയൊക്കെ എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് പോയത് ക്രിസ്മസിൻ്റെ അന്നാണോ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണോ അപ്പോഴെങ്ങാണ്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് ഞാനത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. നോക്കിക്കേ. ഓക്കെ, ഞാൻ ചെറുതായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോയ്ക്ക്, അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് ഏതൊക്കെ സ്ഥലമാണോ ആക്കറിയാം. ഓക്കെ, എന്തായാലും നല്ല രസം, നല്ല വെയിലാണ്. പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മുട്ടക്കുന്നോ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര വെയിലാണ് അവിടെയൊക്കെ. ഓക്കെ, അപ്പോൾ ഭയങ്കര വെയിലാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ആകെ നമ്മൾ പോയത് പൈൻ വാലിയിലാണ്. പിന്നെ ആ തേയിലത്തോട്ടത്തിലൊന്ന് ഇറങ്ങി എൻ്റെ ഫോട്ടോ എടുത്തു. അതൊക്കെയാണ് മുമ്പ് ചെയ്തോളൂ. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ ചില സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടോ, വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ? അവിടെയൊക്കെ ബ്ലോക്കാണ്. കേട്ടോ, ഇത് ബ്ലോക്കാണ്. രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിലുള്ള വണ്ടി പോവുകയാണ്, ഒരു സൈഡിലുള്ള വണ്ടി ബ്ലോക്കായിട്ട് നിർത്തുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ബൈക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്ലോക്കാണ്. ഒത്തിരി സ്ഥലത്ത് നമ്മളിങ്ങനെ പതുക്കെ പോയി, കാരണം അത്രയ്ക്കും ബ്ലോക്കായിരുന്നു സ്ഥലത്തൊക്കെ. ഇപ്പം പതുക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനിയും തേയിലത്തോട്ടമൊക്കെ ഉണ്ട്.
അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടതാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സിസ്റ്റർ ഉണ്ടാണ് കേട്ടോ. ചെറിയായിട്ട് സൗണ്ട് കേട്ടോ, കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പിന്നെയും ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെയും നമ്മുടെ തേയിലത്തോട്ടം ചിലതൊക്കെ നല്ല രസമായിട്ട് ചെറിയ ഡിസൈൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ലൂപ്പായിട്ട് കിടന്നിട്ട് അവിടെ ഇങ്ങനെ നല്ല രസമുണ്ട്. ഓക്കെ, ഇതാ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എവിടെയൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ. ഓക്കെ, എന്താണ് അപ്പോൾ ഇവിടെ വേറെ എന്താണ്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏതോ ഒരു പാലത്തിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഇമേജ് ഇവിടെ കൊടുക്കാം. ഞാൻ അവിടെ പോയിരുന്നെടുത്ത ഫോട്ടോ. ഓക്കെ, അവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിന്നായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് മടുത്തു. കാരണം അത്രയ്ക്ക് അടുത്തല്ലായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതേ കിടക്കുന്നൊരു മുട്ടക്കുന്ന്. അത് മുട്ടക്കുന്നല്ലേ? അത് നോക്കട്ടെ. അതെ, യെസ്, അതാണ് മുട്ടക്കുന്ന്. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ആ തീരത്തോട്ടൊക്കെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് ഈ രാവിലെ എന്നുള്ളൊരു രീതി വെച്ചില്ല. രാവിലെ ആണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ രാവിലെ നല്ല ഉച്ചയാണ്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ലയം പോലത്തെ സാധനങ്ങൾ എന്നൊക്കെ പറയുന്നില്ല, ഇങ്ങനെ കൂടി വീടുള്ളത്. അതൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് അങ്ങനത്തെ സാധനം വരെ ഞാൻ കണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം നല്ല ഭംഗിയുണ്ടല്ലോ ചില സ്ഥലങ്ങൾ ഇങ്ങനെ ആ ഒരു എന്താണ് ഇതിൻ്റെ ഏലത്തോട്ടം ഇങ്ങനെ കിടക്കണതാണ് നല്ല ഭംഗിയുണ്ട്. ആ സൂര്യൻ്റെ ആ ഒരു വെളിച്ചവും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ ഏലത്തോട്ടം പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാനുണ്ടോ പോലെ ഞാൻ പറഞ്ഞു മടുത്തു. അതാണ് ഞാൻ കൂടുതൽ ഈ മ്യൂസിക് തന്നെ പിന്നെയും ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ സഞ്ചാരത്തിനൊടുവിൽ ഞങ്ങളങ്ങനെ ആ വാഗമണ്ണിലെ പൈൻ വാലിയില്ലേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ എന്താ ചൂണ്ടിക്കാണിച്ചെന്നറിയാമോ? ഞാൻ വിചാരിച്ചത് മുട്ടക്കുന്നതാണ്. ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ചില ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുട്ടക്കുന്ന്. അപ്പോൾ ബായ്, ഞങ്ങൾ പോവാണ്, ടാറ്റാ. അപ്പം ഇത് ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെ വെച്ചെടുത്തതാണ് ഞാൻ
പിക്സാർട്ടിലിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത 2 ഫോട്ടോസാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്നതാണ് മൈ ഫാമിലി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാണ് ജസ്റ്റ് ഞങ്ങൾ ആ സ്ഥലത്തൊരു റോഡിൻ്റെ അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞില്ല, ഇതാണ് ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് ഇറങ്ങി എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് ഇതെല്ലാം. അവിടെ ചെറിയ വഴി ഉണ്ടായിരുന്നു, അതിലൂടെ കയറി അങ്ങോട്ട് പോയി നിന്ന് പോയി ഫോട്ടോ എടുത്തു. കയറാൻ പാടില്ലെന്ന് എഴുതി വെച്ചില്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ഫോട്ടോ ഞാൻ സ്നാപ്ചാറ്റിൽ ക്ലിക്ക് ചെയ്ത ഫോട്ടോയാണ്. എനിക്ക് സ്നാപ്ചാറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആപ്പാണ്. പിന്നെ ഇത് അവിടെ ഒരു തടാകം പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ പൈൻ വാലി. എന്തൊക്കെ പൊട്ട പോസുകളാണെന്ന് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നീട്ടുന്നില്ല, ഞാൻ പോവുകയാണ്. എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.